നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ മദ്യനയത്തിൽ വിപ്ലവകരമെന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്നതും എന്നാൽ വിവാദവുമായ നിരവധി മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെ നീട്ടിയതും മലബാർ മിസ്റ്ററി എന്ന പേരിൽ സർക്കാർ തന്നെ സ്വന്തമായി മദ്യം നിർമ്മിച്ച് വിപണിയിൽ ഇറക്കിയതും ഇതിൻ്റെ ഭാഗമാണ്. കൊച്ചി വൈറ്റില മെട്രോ സ്റ്റേഷനിൽ ബേവ്കോ ഔട്ട്ലെറ്റ് തുറന്നത് മദ്യത്തിൻ്റെ ലഭ്യത സാധാരണക്കാരിലേക്ക് കൂടുതൽ വേഗത്തിലെത്തിക്കാനുള്ള ശ്രമമായാണോ കാണേണ്ടത്? ഡ്രൈ ഡേ ഒഴിവാക്കൽ, IT പാർക്കുകളിലെ പബ്ബുകൾ, ടൂറിസം ഇളവുകൾ എന്നിവ കൂടി വരുമ്പോൾ ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുമോ, അതോ കേരളത്തെ വലിയൊരു സാമൂഹിക വിപത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാകുമോ? ഇതാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നത്. ഇന്നത്തെ ഈ ചർച്ചയിൽ എന്നോടൊപ്പം കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ചാർലി പോൾ, BJP യിൽ നിന്ന് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, CPM ൽ നിന്ന് അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ, മദ്യ നിർമ്മാർജ്ജനമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നിരിക്കെ ഇപ്പോൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ മദ്യ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ലേ? ഒരിക്കലും അല്ല. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ഒരു ചർച്ച വെക്കുമ്പോൾ തന്നെ സർക്കാർ എന്തോ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തു എന്ന തരത്തിലൊരു പൊതുബോധ സൃഷ്ടി സമൂഹത്തിലാകെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പൊതുബോധ സൃഷ്ടിയുടെ ഭാഗമായിട്ട്, അങ്ങനെ നിർമ്മിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതും എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ചരിത്രം എടുത്ത് നോക്കിയാൽ എപ്പോഴൊക്കെയാണോ മദ്യം പൂർണ്ണമായി നിരോധിക്കപ്പെട്ടിട്ടില്ല, അതൊരു പുകമറ സൃഷ്ടിക്കൽ തന്നെയായിരുന്നു. പക്ഷേ ബാറുകൾ അടച്ചുപൂട്ടിയ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും അത് എത്രത്തോളം മദ്യത്തിന്റെ ഉപഭോഗം കൂട്ടുകയല്ലേ ചെയ്തിട്ടുള്ളത്? നമുക്ക് കണക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പൂട്ടിയ കാലഘട്ടത്തില്, ബാറുകൾ അടച്ചുപൂട്ടിയ കാലഘട്ടത്തില് ഉണ്ടായിട്ടുള്ള അബ്കാരി കേസുകളുടെ എണ്ണം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. അതായത് 2015-16 കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അബ്കാരി കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 25,000-ലധികമാണ്. അതിനു മുൻപ് ഉണ്ടായിരുന്ന ഏതാണ്ട് 12,000-ഓളം ആയിരുന്നെങ്കിൽ ഏതാണ്ട് 10,000-ഓളം കേസുകൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒറ്റ രാത്രി കൊണ്ട്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് മദ്യം നിരോധിച്ചു കളയാം, അല്ലെങ്കിൽ ബാറുകളെല്ലാം പൂട്ടിക്കളയാം എന്ന് പറഞ്ഞൊരു മദ്യ നിരോധനം എന്ന് പറയുന്നത് കേരളത്തിലെ സമകാലിക സാഹചര്യത്തില് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് മദ്യവർജനം, അത് തന്നെയാണ് സർക്കാർ എല്ലാ കാലവും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ സർക്കാർ സമയത്തിന്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ക്രമീകരണം നടത്തുമ്പോൾ തന്നെ സർക്കാർ എന്തോ മദ്യം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു തെറ്റായ സന്ദേശം നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് ശരിയല്ല. സർക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? ഇത് കുറെ കാലങ്ങളായി സർക്കാരിന്റെ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. 11 മണി എന്ന് പറയുന്ന സമയം 12 ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഇപ്പോൾ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. കുറെ കാലങ്ങളായി സർക്കാരിന്റെ പരിഗണനയുള്ള വിഷയം തന്നെയായിരുന്നു ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? നമുക്കറിയാം, നിലവില് ടൂറിസം കേന്ദ്രങ്ങൾ, അതായത് ടൂറിസം കേന്ദ്രങ്ങളിലുള്ള ബാറുകളിൽ അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് 12 മണി വരെയാണ്. മറ്റിടങ്ങളിൽ അത് 11 മണി വരെയാണ്. അപ്പോ അത്തരത്തിൽ ഒരു സമയം പല ഇടങ്ങളിലും വ്യത്യാസപ്പെട്ട രീതിയിൽ ആവുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്, അനാരോഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആ സമയം ഒന്ന് ഏകീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അഡ്വക്കേറ്റ് മനീഷ, ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയം തന്നെ മദ്യവർജനമായിരുന്നു. എന്നാൽ ഈ ബാർ സമയം നീട്ടുന്നതും സ്വന്തം ബ്രാൻഡ് ഇറക്കുന്നതും ഈ നയത്തിന് വിരുദ്ധമല്ലേ? അതന്നെയാണ് ഞാൻ പറയുന്നത്.
നയത്തിന് വിരുദ്ധമാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് അതിനെ പൂർണ്ണമായും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സർക്കാർ എല്ലാ കാലവും എടുത്തിട്ടുള്ള നയം ഇത് തന്നെയാണ്, മദ്യവർജനമാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ എല്ലാ കാലവും തുടർന്നുകൊണ്ട് പോവാണ്. ഇപ്പോഴും നമുക്കറിയാം, വിമുക്തി അടക്കമുള്ള ഒരു വിഭാഗം തന്നെ ഇത്തരത്തിൽ ഡി അഡിക്ഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് സർക്കാർ എല്ലാ ജില്ലകളിലും നടത്തി പോവുകയാണ്. കിടത്തി ചികിത്സ ഉൾപ്പെടെ അവിടെ നടത്തി പോവുകയാണ്. അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗുണവും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നിങ്ങൾ അവകാശപ്പെടാൻ ശ്രമിക്കുന്നത് എന്താണ്? ഈ കാലഘട്ടത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കൂടുകയാണ്, അല്ലെങ്കിൽ സർക്കാർ മദ്യം കൂടുതലായി ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ തന്നെ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തില് മദ്യത്തിന്റെ വിഹിതം യഥാർത്ഥത്തിൽ കുറഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയും. ഏതാണ്ട് 18% മദ്യത്തിന്റെ വിഹിതമെങ്കിൽ ഇപ്പൊ 2025 വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 13.4% കുറഞ്ഞിരിക്കുകയാണ്. ദേശീയ ശരാശരി മദ്യത്തിന്റെ ഉപയോഗത്തിലെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് ഏതാണ്ട് 14.6%. എന്നാൽ കേരളത്തിലെ ശരാശരി എന്ന് പറയുന്നത് 12.4%. അപ്പോ സർക്കാർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പുകമറകളല്ല, നമുക്ക് ആവശ്യം കണക്കുകളാണ്, നമുക്ക് ആവശ്യം ശതമാന കണക്കുകളാണ്. അത്തരത്തിലുള്ള കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മുമ്പുണ്ടായിരുന്ന അബ്കാരി കേസുകൾ അപേക്ഷിച്ച് ഇപ്പോൾ ഉണ്ടാവുന്ന കേസുകളുടെ എണ്ണം എത്രയാണ്, നമുക്കറിയാം മുമ്പുണ്ടാവുന്ന ഉപഭോഗത്തിന്റെ എണ്ണം എത്രയാണ്, ഇപ്പോഴുള്ള എണ്ണം എങ്ങനെയാണ്. ഇതെല്ലാം നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി വ്യക്തമാവുന്ന കാര്യമാണ്. അപ്പോ നമ്മളൊരു സമയത്തിന്റെ ക്രമീകരണം മാറ്റുന്നതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ലൈസൻസിന്റെ ക്രമീകരണങ്ങൾ മാറ്റുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കുന്നതനുസരിച്ച് ഇവിടുത്തെ മദ്യത്തിന്റെ ഉപഭോഗം കൂടുകയല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോ ഈ സർക്കാരിനെയാണല്ലോ നമ്മളെല്ലാം ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ പഴിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പൊരു സർക്കാർ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ആ സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മദ്യ നിരോധനം പ്രായോഗികമല്ല എന്നും മദ്യനിരോധനം മദ്യ ദുരന്തത്തിന് പോലും കാരണമാകുമെന്ന് പറഞ്ഞിട്ടുള്ള സർക്കാർ പ്രതിനിധികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, UDF കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് മനീഷൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, രാത്രി 12 മണി വരെ ബാറുകൾ പ്രവർത്തിക്കുന്നത് ഗാർഹിക പീഡനങ്ങളും റോഡ് അപകടങ്ങളും വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്ന് പറയുന്നുണ്ട്. ഇതിന് എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്? ഒന്ന് നേരത്തെ പങ്കുവച്ച കാര്യത്തോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. തീർച്ചയായും ഈ മദ്യവർജനം എന്ന് പറയുന്നത് ഒരു നയമേ അല്ല. എന്താ മദ്യവർജനം? ഒരു വ്യക്തി മദ്യം കുടിക്കണോ വേണ്ടേ എന്ന് സ്വമേധയാ തീരുമാനിക്കുന്ന കാര്യമാണ് മദ്യവർജനം. അതിനെന്തിനാ ഗവൺമെന്റ് പോളിസി എടുക്കുന്നത്? ഞാൻ മദ്യം കുടിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ച പോരെ? സർക്കാരിന്റെ പോളിസി എന്ന് പറയുന്നത് മദ്യത്തിന്റെ ഉൽപാദനം, വിതരണം, സൂക്ഷിപ്പ്, ഈ കാര്യങ്ങളിൽ എന്താണ് നിങ്ങളുടെ നയം എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഒക്കെ പറയും മദ്യവർജന ഞങ്ങളുടെ നിയമം. മദ്യവർജന ഒരു നയമല്ല, മദ്യവർജന ഒരു ഉപദേശമാണ്. മോനെ മദ്യം വർജിക്ക്, അത് നല്ലതല്ല. അങ്ങനെ അത് ഈ ഉപദേശിച്ച് കാലഹരണപ്പെട്ട ഒരു സിദ്ധാന്തമാണ്. മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കാലാകാലങ്ങളിൽ പറഞ്ഞു. അങ്ങനെ ഉപദേശിച്ചു മാറ്റാവുന്ന ഒരു കാര്യമല്ല ഈ മദ്യപാനാസക്തി എന്ന് പറയുന്നത്. അത് രോഗമാണ്. എല്ലാവരെയും അത് ബാധിച്ചുകൊള്ളുന്നില്ല. ബാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് ചികിത്സിച്ച് മാറ്റാനേ പറ്റൂ. അതുകൊണ്ട് ഈ മദ്യവർജന നയം എന്ന് ദയവായി പറയരുത്. അതൊരു നയമേ അല്ല. പിന്നെ എന്താണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യയശാസ്ത്ര അല്ലെങ്കിൽ ലക്ഷ്യപ്രഖ്യാപനം എന്തായിരുന്നു? ഈ മദ്യത്തിന്റെ ഉപഭോഗം ഗുരുതരമായ സാമൂഹ്യ വിപത്തുകൾക്ക് ഇടവരുത്തുന്നു എന്നുള്ളതുകൊണ്ട് അതിന്റെ ഉൽപാദനവും വിതരണവും കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും സ്വീകരിക്കുക. ഈ ഗവൺമെന്റ് 2016 ഇടതുപക്ഷ ഗവൺമെന്റ് വരുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന 29 ബാറാ, അത് 884 ബാറായിട്ട് വർദ്ധിപ്പിച്ചു. 884 ബാറായി വർദ്ധിപ്പിക്കുമ്പോ ഇവിടെ അത് ശതമാന കണക്ക് പറയുന്നുണ്ടായി. ഈ 29 പഞ്ചനക്ഷത്ര ബാറിൽ നിന്ന് കുടിക്കുന്ന പോലെയാണോ 884 ബാറിൽ നിന്ന് കുടിക്കുന്നത്? ഉപഭോഗം കുറയോ? 884 ബാർ തുറന്നു വെച്ചിട്ട് അവിടെ ഒന്നും വിൽപ്പനയില്ലേ? അപ്പൊ ഇതൊക്കെ മണ്ടത്തരങ്ങളാണ് എഴുന്നള്ളിക്കുന്നത്. അപ്പൊ ഈ മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയോ വേണ്ടയോ എന്നുള്ളതാണ്. അന്ന് എന്താ പറഞ്ഞത്? കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു അടച്ചുപൂട്ടിയ ഷാപ്പ് തുറക്കുമെന്ന് ചോദിക്കുമ്പോ അന്നത്തെ CPM-ന്റെ ദേശീയ സെക്രട്ടറി പറഞ്ഞത് ഒരിക്കലും തുറക്കില്ല എന്ന് പറഞ്ഞത്. ഈ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്നുള്ളതിനേക്കാൾ എന്ന് പറഞ്ഞാൽ 29 പഞ്ചനക്ഷത്ര ബാറുകളിൽ വിൽപ്പന ഉള്ളതിനേക്കാൾ ഒരു തുള്ളി മദ്യം പോലും കൂടുതലില്ലാത്ത രീതിയിലുള്ള നയമായിരിക്കും എന്ന് പറഞ്ഞേ. എന്നിട്ട് എന്താ ചെയ്തേ? 10% ബീവറേജ് ഔട്ട്ലെറ്റുകൾ പൂട്ടിക്കൊണ്ടിരുന്ന് നിർത്തലാക്കി.
ഒരു പഞ്ചായത്തിൽ മദ്യശാല വേണോ വേണ്ടോ തീരുമാനിക്കാൻ അനുവാദം നൽകുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുണ്ട്. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് മദ്യം വേണ്ടെങ്കിൽ ആ പ്രദേശത്തെ ഷാപ്പ് വേണ്ട. അതല്ല ഒരു ജനാധികാര വിപ്ലവം എന്ന് പറയുന്നത്. അതിനെ സുപ്രീം കോടതി വരെ പോയി ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? അത് റദ്ദാക്കിയെടുത്ത് ഇപ്പോ അങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിലില്ല. എവിടെ വേണമെങ്കിലും സർക്കാരിന് മദ്യശാല കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ബാറുകൾ അനുവദിച്ചു, ബീവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്നു. 2 സ്റ്റാർ മദ്യശാലകൾ ഉണ്ടായിരുന്നതെല്ലാം ബിയർ വൈൻ പാർലറുകളായിട്ട് മാറി. 3 സ്റ്റാറിനെല്ലാം ബാറ് കൊടുത്തു. ചോദിക്കുന്നവർക്കൊക്കെ പെട്ടിക്കട പോലെ ബാറ് കൊടുത്തിട്ട് ഞങ്ങൾ എന്തോ കിടത്തി ചികിത്സിക്കുന്ന കാര്യം എന്തോ പറഞ്ഞു കേട്ടു. എവിടെയാ ഈ 14 ജില്ലകളിൽ നമുക്ക് ചികിത്സാ കേന്ദ്രമുണ്ട്. ഈ ചികിത്സിക്കുന്നിടത്തൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ കൂടി വേണം. എവിടെയാ നമുക്ക് ഈ കൃത്യമായിട്ട് ഡോക്ടർമാരുള്ളത്, ചികിത്സാ സംവിധാനം ഉള്ളത്? 500 പേരെ നമ്മൾ ചികിത്സിച്ച് മാറ്റുമ്പോ 5000 പേരെ മദ്യാസക്തിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നയമായിട്ട് ഗവൺമെന്റ് പോണേ. എല്ലാ തരത്തിലും അബ്ഗാരികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നയമാണ് ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. വിദേശ മദ്യശാലകൾ ആരംഭിക്കാൻ വേണ്ടി നമ്മുടെ റോഡുകളൊക്കെ ഡീനോട്ടിഫൈ ചെയ്ത ഗവൺമെന്റാണിത്. എല്ലാ തരത്തിലും നമ്മൾ എടുത്തു നോക്കിയാൽ ബാർ ഉടമകൾക്ക് വേണ്ടിയുള്ള നിലപാടുകളും നയങ്ങളുമാണ് എടുത്തത്. ഇപ്പൊ വളരെ ലളിതവൽക്കരിച്ച് പറഞ്ഞു കേട്ടു, ഞങ്ങള് 11 മണി ആയിരുന്നത് 12 മണിയാക്കി. അങ്ങനെയല്ല. രാവിലെ 10 ആയിരുന്നത് 12 ആക്കുമ്പോ 2 മണിക്കൂറിന് വ്യത്യാസമുണ്ട്. ഈ നമുക്ക് വിദേശ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവിടെ വിദേശ സഞ്ചാര കേന്ദ്രങ്ങൾ പ്രത്യേകമല്ലേ? അവിടെ പ്രത്യേക നിയമം തന്നെയാകാം. ഏകീകരിച്ചതാണെന്ന് പറഞ്ഞത്. വിദേശ സഞ്ചാര കേന്ദ്രങ്ങളിൽ നമുക്ക് 11 ആയിരുന്നു. അത് മറ്റുള്ളവർക്ക് ഏകീകരിക്കണം. എന്തിനാ? വിദേശ സഞ്ചാര കേന്ദ്രമല്ലോ. പിന്നെന്താ ഗവൺമെന്റ് ചെയ്തത്? പുതിയതായിട്ട് 72 വിദേശ സഞ്ചാര കേന്ദ്രങ്ങൾ കൂടി ഗവൺമെന്റ് ആരംഭിച്ചു. അങ്ങനെ അവിടെയും നമ്മൾ 11 ആക്കി. ഇത് ആരുടെ ആവശ്യം 12 വരെ ആക്കണം എന്നുള്ളത്? 10-12 ആക്കാൻ അബ്കാരി മുതലാളിയുടെ താല്പര്യമാണ്, മദ്യമുതലാളിയുടെ താല്പര്യമാണ്. അല്ലാതെ ഇവിടുത്തെ ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഈ മദ്യശാലകളുടെ എണ്ണം മദ്യം കൊടുക്കുന്നതിന്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ? അപ്പൊ നാട് മുഴുവൻ മദ്യശാല തുറന്നു വെച്ച് മദ്യത്തിന്റെ ഉൽപാദനവും വിതരണവും ഒക്കെ വർദ്ധിപ്പിച്ച് എന്നിട്ട് നമ്മൾ പറയാണ് മദ്യവർജനാണ് നയമെന്ന്. ആരെ കണ്ണിൽ പൊടിയിട്ട് മൂടാൻ വേണ്ടിയിട്ടാ നയം? എന്ത് ഗുണമാണ് ഈ മദ്യനയം കൊണ്ട് സർക്കാരിന് ഉണ്ടാക്കുന്നത്? ഇനി നമ്മൾ മദ്യത്തിൽ നിന്ന് വരുമാനം എടുക്ക്. മദ്യത്തിലുള്ള വരുമാനവും മദ്യം മൂലമുള്ള കെടുതികളെ സംബന്ധിച്ചൊരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്ത്. ഈ മദ്യത്തിൽ നിന്ന് ഉൽപാദനം കൊണ്ട് മദ്യം മൂലം ഉണ്ടാകുന്ന കെടുതികളെ നേടാൻ പറ്റില്ല. മദ്യം വ്യവസായമല്ല അത്. ഈ ലോകത്ത് ഒരു ജനതയ്ക്ക് പുരോഗമനപരമായ പ്രത്യുൽപാദനപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന്റെ വ്യവസായം എന്ന് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാർ ഫാക്ടറികള്, IT മേഖലകളൊക്കെ വർദ്ധിക്കുമ്പോ ഇവിടെ മദ്യപാനം, ഇവിടെ അതുപോലെ പെറ്റി കേസ്, ഇവിടെ ലോട്ടറി. എന്തൊരു നയമാണ് ഈ ഗവൺമെന്റ്. അഡ്വക്കേറ്റ് ചാർലി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിലേക്ക് ഒന്ന് പോവുകയാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, സംസ്ഥാന സർക്കാരിൻ്റെ ഈ മദ്യനയത്തെ രാഷ്ട്രീയമായി എങ്ങനെ കാണുന്നു? കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം നയങ്ങളുമായി ഇത് യോജിക്കുന്നുണ്ടോ? സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 17-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ മദ്യഷാപ്പുകളുടെ പ്രവർത്തന സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർധനവ് വരുത്തി ഉത്തരവിറക്കി. അത് നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ വലിയ അത്ഭുതപ്പെടാനുള്ള കാര്യമൊന്നുമില്ല. സംസ്ഥാന സർക്കാർ അവരുടെ സമയമൊന്ന് വർദ്ധിപ്പിച്ചു. അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണല്ലോ സർക്കാരിൻ്റെ തന്നെ പോളിസി എന്നുള്ള നിലക്ക് ഈ മദ്യശാലകൾക്കെല്ലാം സമയം വർദ്ധിപ്പിച്ചു കൊടുത്തത്. ശ്രദ്ധിക്കേണ്ടത്, ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്ന് ശ്രീ കെ എം മാണി ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ, ശ്രീ കെ ബാബു എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ ആ സമയത്ത് അനുവദിച്ചിട്ടുള്ള ബാർ ലൈസൻസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ നയം എന്തായിരുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ആ സമയത്തെ രാഷ്ട്രീയ പ്രചരണം എന്തായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ആ ലൈസൻസുകളെല്ലാം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ UDF സർക്കാർ ബാർ മുതലാളിമാർക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി സമരം നടത്തിയ ആളുകളാണ് LDFന്റെ നേതാക്കന്മാരും LDF നേതൃത്വവും. അപ്പം നമ്മൾ ധരിച്ചത് അവർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ ബാർ ലൈസൻസുകളെല്ലാം ഇല്ലാതെയാക്കും, ഇവിടുത്തെ ലഹരി ഒഴുകുന്ന സംവിധാനങ്ങൾ ഇല്ലാതെയാക്കും, ബാറുകളെല്ലാം അടച്ചുപൂട്ടും, യാതൊരു തരത്തിലുള്ള തെറ്റായ നടപടിയും ആ രംഗത്തുണ്ടാവില്ല എന്നുള്ളതാണ്.
പക്ഷെ സർക്കാരിന്റെ നയം മാറി എന്ന് മാത്രമല്ല പാർട്ടിയുടെ തന്നെ നയം മാറിയിരിക്കുന്നു. സ്വാഭാവികമായും അതിൽ പാർട്ടി സാധാരണ നിലക്ക് ഇങ്ങനെയുള്ള ഇതൊരു നയപരമായ മാറ്റമാണെങ്കിൽ നയപരമായ മാറ്റങ്ങളെല്ലാം സർക്കാർ തീരുമാനിക്കുന്നതിന് മുമ്പ് പാർട്ടിയുടെ ഒരു നയമുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ആ നയവുമില്ല. അപ്പോൾ സ്വാഭാവികമായും ബെവ്കോ വഴിയാണെങ്കിലും ഇനി അതല്ല സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലോ അതോടൊപ്പം തന്നെ ലൈസൻസിങ്ങിൻ്റെ ഭാഗമായി FL3 FL11 അടക്കമുള്ള ബാർ ലൈസൻസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ സമയം വർദ്ധിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയമാണ് വർദ്ധിപ്പിച്ചത്. നേരത്തെ പല ഘട്ടങ്ങളിലായി ബാർ ലൈസൻസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു, 3 സ്റ്റാറുകളുടെയും 5 സ്റ്റാറുകളുടെയും ഒക്കെ എണ്ണം വർദ്ധിപ്പിച്ചു. അവിടെയെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ സമയത്തിൽ വർധനമുണ്ടായി. അവിടെ എത്ര ഇതിൽ കൺസംഷൻ കൂടില്ല എന്നോ ഇത് മറ്റൊരു തരത്തിലും ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് 11 മണി വരെ കിട്ടുന്ന മദ്യം നാളെ 12 മണി വരെ കിട്ടുമെങ്കിൽ 1 മണി വരെ കിട്ടുമെങ്കിൽ ഇപ്പം അത് 3 മണി വരെ ആക്കി. 5 സ്റ്റാർ ഹോട്ടലുകളിൽ 3 മണി വരെ ആക്കി. അപ്പോൾ സമയത്തിൽ മാറ്റം വരുത്തുന്നതോടുകൂടി അത് കിട്ടാനുള്ള സാധ്യതയും ഉപയോഗിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും സാധാരണക്കാരെ സംബന്ധിച്ചാണെങ്കിലും മദ്യപന്മാരെ സംബന്ധിച്ചാണെങ്കിലും അതൊരു സൗകര്യമായി തന്നെയാണ് കാണുക. നേരത്തെ അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയുന്നിടത്തു നിന്ന് അടയ്ക്കാനുള്ള സമയം മാറുന്നതോടുകൂടി ലഭ്യത വർദ്ധിക്കുകയാണ്. ലഭ്യത വർദ്ധിക്കുമ്പോൾ കൺസംഷൻ കൂടുകയാണ്. അപ്പൊ സർക്കാരിന്റെ നയം മദ്യവർജനം എന്നുള്ളത് പൂർണ്ണമായിട്ടും വേണമോ ഇല്ലയോ എന്നുള്ളത് തർക്ക വിഷയമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഇതാണ് വരുമാന മാർഗം എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഗുണകരമാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ കേരളത്തിൽ എക്കാലത്തും പെട്ടെന്ന് പണം കണ്ടെത്താൻ സർക്കാർ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗം ഈ മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ മദ്യത്തിന്റെ ലൈസൻസുകൾ മദ്യം ഉൽപ്പാദിപ്പിക്കുകയോ അത് വിതരണം ചെയ്യുകയോ അതിൽ വിൽപ്പന നടത്തുകയോ ചെയ്യുന്ന സ്ഥലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നല്ല. അതുകൊണ്ടാണല്ലോ ബാർ ലൈസൻസുകൾക്ക് എണ്ണത്തിൽ വർധനമുണ്ടായത്. അവിടുത്തെ പോളിസി റോഡുകളുടെ കാര്യത്തിൽ നേരത്തെ ശ്രീ ചാർലി സൂചിപ്പിച്ചതുപോലെ ലൈസൻസിങ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം തന്നെ മാറ്റിയിരിക്കുന്നു സർക്കാർ. അവിടെ പരമാവധി ബാർ ലൈസൻസുകൾ അനുവദിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. അതെന്തുകൊണ്ട് കൊണ്ടുവന്നു? സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ, ഡേ ടു ഡേ ഇൻകം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും പെട്ടെന്നുള്ള മാർഗമായി സർക്കാർ അതിനെ കാണുക. അതുപോലെ തന്നെയായിരുന്നു സർക്കാർ പെട്രോളിൽ കണ്ടത്. പെട്രോളിനെ സെസ് ഏർപ്പെടുത്തി. എല്ലാവരും തിരക്കുന്നത് പെട്രോൾ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വലിയ സമ്പത്ത് ഊറ്റിക്കൊണ്ടുപോകുന്ന പദ്ധതിയാണ് എന്നുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഏതാണ്ട് 37% ടാക്സ് എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുപോകുന്ന പൈസയാണ്. അതിലാണ് ഈ സെസ് ഏർപ്പെടുത്തുന്നത്. 4 രൂപയുടെ സെസ് ഏർപ്പെടുത്തുക, എത്ര ശതമാനം? ഏതാണ്ട് 7% സെസ് ഏർപ്പെടുത്തുക എന്നതുപോലെ തന്നെയാണ് മദ്യത്തിന്റെ കാര്യത്തിൽ. അതായത് ഡേ ടു ഡേ ഇൻകം എന്നുള്ള നിലക്ക് സർക്കാർ കാണുന്ന ഒരു മാർഗം വ്യവസായമോ അതുപോലെ തന്നെ വ്യാപാരമോ എല്ലാം മറിച്ച് മദ്യവും അതുപോലെ തന്നെയുള്ള സാമ്പത്തിക ഇൻകം സോഴ്സസിലേക്ക് മാറുന്നു എന്നുള്ളത് ഒരു ജനാധിപത്യ സർക്കാർ സാധാരണ നിലക്ക് എടുക്കാൻ പാടില്ലാത്തൊരു നയമാണ്. അത് എടുക്കുന്നതോടുകൂടി സ്വാഭാവികമായി സംഭവിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ് ജെയിംസ്, സാമാന്യ നിലക്ക് സംഭവിക്കുന്നത് സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ലൈസൻസിങ്ങിന്റെ ഭാഗമായി കിട്ടുന്ന പണത്തെ സംബന്ധിച്ചോ മദ്യവിൽപ്പനയിലൂടെ കിട്ടുന്ന ടാക്സിനെ സംബന്ധിച്ചോ ഉള്ളത് മാത്രമല്ല, ഇത് എൻറ്റയർ സൊസൈറ്റിയെ താഴെ ഇപ്പോൾ നമ്മുടെ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവിടുത്തെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി ഈ ഉപഭോഗം കൂടുന്നു. പുകയില ഉപഭോഗം കൂടുന്നു, മദ്യ ഉപഭോഗം കൂടുന്നു. അതിന്റെ കെടുതികൾ യുവതലമുറ അത് അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയാണ് സമൂഹം. അതിനാണ് ശ്രീ ചാർലി പോൾ സൂചിപ്പിച്ചത്. അത് കൂടുതൽ കൊണ്ടുവരാനുള്ള സാധ്യതയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു ജനാധിപത്യ സമൂഹത്തിന് നല്ലതല്ല. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സാമൂഹികമായ വിഷയം കൂടി ഉയർത്തുന്നുണ്ട്. ഈ വൈറ്റില മെട്രോ പോലുള്ള പൊതു കേന്ദ്രങ്ങളിൽ ബെവ്കോ ഔട്ട്ലെറ്റുകൾ വരുന്നത് സാധാരണക്കാരുടെ യാത്രയെയും സുരക്ഷയെയും ബാധിക്കില്ലേ? ഞാനതിലേക്ക് വരാം. ഇപ്പോ ഇവിടെ സംസാരിച്ച പ്രതിനിധികള് ഒരാൾ പറഞ്ഞു പെട്ടിക്കട പോലെ ഇവിടെ ഔട്ട്ലെറ്റുകളാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപക്ഷെ കേരളത്തെ നോക്കിക്കൊണ്ടായിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവും. തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയും തൊട്ടടുത്ത് കിടക്കുന്ന ആന്ധ്രാപ്രദേശും ഒക്കെ തമിഴ്നാടും ഒക്കെ കണ്ടിട്ടായിരിക്കും ഈ കണക്ക് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം കർണാടകയിലെ നമ്പർ ഓഫ് ബാർ ലൈസൻസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5539 അതേസമയം കേരളത്തിലേത് എന്ന് പറയുന്നത് 892. അപ്പോ ഞാനിവിടെ കണക്കുകൾ വെച്ചിട്ട് നേരത്തെ പറഞ്ഞു ഇവിടെ ഇൻകം മദ്യത്തിൽ നിന്നും കിട്ടും, മദ്യവിൽപ്പനയിൽ നിന്നും കിട്ടുന്ന റവന്യൂ ഇൻകത്തിന്റെ ശതമാനത്തിന്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ BJP പ്രതിനിധി എന്താ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് കണക്കുകളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കൂട്ടിയാൽ ഇവിടെ മദ്യത്തിന്റെ ഉപയോഗം കൂടില്ല എന്നാണ്. അപ്പോ ശാസ്ത്രീയമായ ഒരു കാര്യം, ശാസ്ത്രീയമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുമ്പോൾ തിരിച്ച് BJP പ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന മറുപടി എന്താന്ന് വെച്ചാൽ കണക്കുകളൊന്നും വേണ്ട, മൊത്തത്തിലൊരു പുകമറ സൃഷ്ടിക്കലാണ് ഇവിടെ ആവശ്യമെന്നാണ്. അദ്ദേഹം തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ
ഒരുപക്ഷെ ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളിലെ ഇതിന്റെ കണക്കുകളിലേക്ക് ഞാൻ കൂടുതലായി കടക്കുന്നില്ല. എങ്കിലും ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കേരളത്തില് ഇതിനുള്ള വലിയ സാധ്യതകൾ തുറന്നുവിടുകയാണ്, അല്ലെങ്കിൽ തലമുറയെ മദ്യപാനികളാക്കാനുള്ള സാധ്യതകൾ തുറന്നുവിടുകയാണെന്ന് സ്ഥാപിക്കാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാർ ലൈസൻസിന്റെ ഫീസ് എടുത്ത് പരിശോധിച്ചാലും, ഇനി കേരളത്തിലെ നിലവിലെ മദ്യത്തിന്റെ ഉപഭോഗത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാലും, കേരളത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ കണക്കെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പെട്ടെന്നുള്ളൊരു നിരോധനം അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ് എന്നും ഇത് ഘട്ടം ഘട്ടമായി മാത്രമേ ഇതിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണെന്നിരിക്കെ ഇപ്പൊ BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്നുള്ള നിരോധനം എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ കേരളത്തിൽ നിലവിലുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ കണക്കുകൾ പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ ഈ വിഷയത്തിൽ സംവദിച്ചത്. നമ്മുടെ മുമ്പിലുള്ളത് കണക്കുകളാണ്. മദ്യത്തിന്റെ നിരോധനം മദ്യ ദുരന്തത്തെ തന്നെ കാരണമാക്കുമെന്ന് പറഞ്ഞിട്ടുള്ള UDF നേതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോ മദ്യം ഈ ഏതൊക്കെ കാലഘട്ടത്തിലാണോ ബാർ ഇവിടെ കൂട്ടിക്കളഞ്ഞത്, ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള അബ്കാരി കേസുകളുടെ എണ്ണം ഇത്രയാണ്, മുൻപ് ഉണ്ടായിരുന്ന അബ്കാരി കേസുകളുടെ എണ്ണം ഇത്രയാണ്, ഏറ്റവും അധികം വ്യാജ മദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ്, ഏറ്റവും അധികം മദ്യത്തിന്റെ ഉപയോഗം കൂടിയത് ബാറുകൾ പൂട്ടിക്കിടന്ന കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള VM സുധീരനും VD സതീശനും തമ്മിൽ ഈ വിഷയത്തിൽ ഏറ്റുമുട്ടൽ പോലും ഉണ്ടായത്, പരസ്യമായ ഏറ്റുമുട്ടൽ പോലും ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കണ്ട് പരസ്പരം കരിവാരി തേക്കാൻ എന്തെങ്കിലും ഒരു ആയുധം കണ്ടെത്തി കളയാം എന്ന് കരുതി നടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആയുധമാകാം. പക്ഷേ നമ്മൾ സംസാരിക്കേണ്ടത് എപ്പോഴും കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, IT മേഖലയിലേക്ക് തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും മദ്യനയത്തിൽ മാറ്റം അനിവാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. നമ്മൾ ഈ തൊഴിലിടങ്ങൾ മദ്യവൽക്കരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്ന വിദഗ്ധർ ഉണർവോടെ അതുപോലെ ജാഗ്രതയോടെ ജോലി ചെയ്യേണ്ടവരാണ്. അവര് മദ്യപിച്ചു വന്നിരുന്ന ജോലി ചെയ്താൽ എന്ത് സംഭവിക്കും? സാധാരണ വൈദ്യശാസ്ത്രം മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, തൊഴിലെടുക്കുന്നവരിൽ ശാരീരികവും മാനസികമായ പ്രശ്നമുണ്ടാവും. മദ്യപിക്കുന്ന ഒരാളെ ഇടയ്ക്കിടയ്ക്ക് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കും, ഉൽപാദനക്ഷമതയിൽ മാന്ദ്യമുണ്ടാകും, അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അപ്പൊ അവര് മറ്റുള്ളവരുമായി സഹകരിക്കില്ല, തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, മാനസികാവസ്ഥയുണ്ടാവും, ചിലർക്ക് ഉറങ്ങുന്ന ശീലമുണ്ടാകും, ചിലർക്ക് അപകടങ്ങൾ വരുത്തി വെച്ചു എന്ന് വരാം, സംഘർഷങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ IT മേഖലയിലെ മദ്യവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ട്. IT മേഖലയിൽ മദ്യവൽക്കരിച്ചിട്ട് വന്ന് ജോലി ചെയ്യുന്നിടത്ത് നമ്മളെ അത് ഗുണപ്രദമായി ബാധിക്കുന്ന ആരാ പറഞ്ഞത്? നമ്മൾ ഉത്സവങ്ങൾ, തിരുനാളുകൾ, അല്ലെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോ നമ്മൾ 48 മണിക്കൂറിൽ 24 മണിക്കൂറിലെ മദ്യനിരോധനം ഏർപ്പെടുത്തും. കാരണം എന്താ? ഉത്സവങ്ങള്, തിരുനാളുകൾ, തെരഞ്ഞെടുപ്പൊക്കെ മദ്യപിക്കാനുള്ള നിർബാധമായ അവസരം കൊടുത്തുകൊണ്ട് നടത്തിയ അതൊക്കെ അലങ്കോലപ്പെടുന്നു സർക്കാരിന് അറിയാലോ. അല്ലെങ്കിൽ ഉത്സവത്തിനും അല്ലെങ്കിൽ തിരുനാളുകൾക്ക് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്ക് മദ്യനിരോധനം ഏർപ്പെടുത്തുന്നല്ലോ. എല്ലാവരും ഉന്മാദത്തോടു കൂടിയിട്ട് ഇടപെട്ടോട്ടെ എന്ന് തീരുമാനിച്ച പോരെ. അപ്പൊ IT ബാറുകളിൽ ഇപ്പൊ ഓൾറെഡി കൊടുത്തു. IT ബാറുകളുടെ മദ്യവൽക്കരണം എന്ന് പറയുന്നത് ഗുണകരമായി ബാധിക്കുന്ന ഒരു കാര്യമല്ല. മദ്യപിച്ചുകൊണ്ട് തൊഴിലെടുക്കുന്ന സംസ്കാരവും നമ്മുടെ ഭാരതീയമല്ലാതെ യോജിച്ചതുമല്ല. പിന്നെ വിദേശികളൊക്കെ ഇവിടെ വരുന്നത് മദ്യപിക്കാനാണെന്നൊക്കെ പറയുന്നത് വിദേശികളെ നമ്മളെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അവര് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയ രീതിയിൽ, റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. എല്ലാവരും അങ്ങനെ തുടങ്ങിയിട്ടാണ് അവസാനം മദ്യാസക്തരായി മാറുന്നത്. ഇതിനേക്കാൾ നല്ല ബ്രാൻഡും ഇതിനേക്കാൾ വലിയ സാധനവും കഴിക്കുന്നവരാണ്. നീ ആ തരത്തിൽ വിദേശികളെ ആകർഷിക്കാനോ അല്ലെങ്കിൽ മറ്റു വ്യവസായികളെ ആകർഷിക്കാനോ മദ്യം കൊടുത്ത് ആകർഷിക്കേണ്ട കാര്യമില്ലെന്ന്. എന്ത് നന്മയാണ് മദ്യം കൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത്? ഒരു നന്മ ഈ മദ്യ അനുകൂലവാദികൾ പറയാ, എന്നിട്ട് നിങ്ങളതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും കൊടുക്ക്. ഇത്രയും നന്മയുള്ള കാര്യമല്ലേ? ഇതൊരു നന്മയില്ലാന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോലും അവിടെ മെമ്പർമാർ മദ്യപിക്കാൻ പാടില്ല, നേതാക്കന്മാർ മദ്യപിക്കാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തത്. അതുകൊണ്ട് മദ്യത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് നയ സർക്കാരിൻ്റെത്. അങ്ങനെ നയമുള്ള ഒരു സർക്കാർ എല്ലാ തരത്തിലും മദ്യത്തിന് അനുകൂലമായ നയം സ്വീകരിക്കുന്നത് ഒരു നയവഞ്ചനയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു നയവഞ്ചനയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പിന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം പറഞ്ഞു. മറ്റു സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളത്.
ഇത് ഒരു അഡിക്റ്റ് ആയി പോകുന്ന ഒരു സമൂഹം കേരള സമൂഹത്തിലുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ ശാസ്ത്രീയമായി സർവേ നടത്തി പഠനം നടത്തി കണ്ടെത്തണം. അതിന്റെ സൊല്യൂഷൻസ് കണ്ടെത്തണം. ഒരു രാജ്യത്തെ പ്രധാനമായ ജീവിത ദൗത്യം എന്താ സർക്കാരിന്റെ? പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും വളർത്തുകയും പരിപോഷിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നയമാണ് സർക്കാരിൻ്റെത്. ഇത്രേ ഉള്ളൂ. അങ്ങനെ തുടരാം. ഏത് തരത്തിലാണ് ഈ നയത്തെ നമുക്കൊരു വികസനാത്മക നയമായി നമുക്ക് കരുതാൻ കഴിയുക? കുടുംബങ്ങളിൽ ശാന്തി സമാധാനം ഉണ്ടോ? വ്യക്തികൾക്കുണ്ടോ? രോഗങ്ങൾ വർദ്ധിക്കുകയല്ലേ? കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയല്ലേ? അസമാധാനം പെരുകുകയല്ലേ? അങ്ങനെ മുച്ചൂടം തിന്മ സമൂഹത്തിൽ നിറയ്ക്കുന്ന ഒരു വ്യാപാരത്തെ കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടില്ലേ, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാണ്. മദ്യപാന ആരോഗ്യത്തിന് ഹാനികരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു വസ്തു സർക്കാർ വിൽക്കാമോ? സർക്കാർ ജനങ്ങളുടെ ആരോഗ്യവും അതുപോലെ സാമൂഹ്യ നന്മയും ധാർമ്മിക ബോധവും ഒക്കെ പരിപാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനമാണ്. ലോകത്തൊരിടത്തും, ഞാൻ പറഞ്ഞ ഇന്ത്യ ഒഴികെ ലോകത്തൊരിടത്തും സർക്കാരല്ല മദ്യം കൊടുക്കുന്നത്, പ്രൈവറ്റ് ഏജൻസികളാണ്. അതുകൊണ്ട് ഇവിടെ പ്രധാനമായ അബ്കാരി ആരാ? സർക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ ജനങ്ങളെ ഉച്ചൂടം നശിപ്പിക്കുന്ന ഒരു നയവുമായി മുന്നോട്ട് പോകുന്ന അത് തെറ്റാണ്. ഒപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഈ രാജ്യത്തെ മദ്യത്തിന്റെ ലഭ്യതയും ഉപഭോഗവും കുറച്ചു കൊണ്ടുവരുന്നത്. ആ കുറച്ചു കൊണ്ടുവരുന്ന ഏത് ഘട്ടമാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത്? ഘട്ടം ഘട്ടമായി കുറയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. ഒരു ഘട്ടം പറയൂ. ഘട്ടം ഘട്ടമായി ഈ കേരളത്തിൽ മദ്യവിൽപ്പനയും വ്യാപാരവും വിപണനവും സൂക്ഷിപ്പും ഒക്കെ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് നമ്മുടെ ലഹരി വിരുദ്ധ കേരളം, നമ്മുടെ ലഹരി വിരുദ്ധ നവകേരളം സൃഷ്ടിക്കുന്ന പറഞ്ഞ് ഇന്ന് വന്ന് എന്തായി? ലഹരി ആസക്ത കേരളമാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കിട്ടാനുള്ള എളുപ്പമാണ് കുടിക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നത്. അപ്പൊ മദ്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉപദേശിച്ചു മാറ്റാമെന്ന വിചിത്ര ന്യായം ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. അഡ്വക്കേറ്റ് ചാർലി പോൾ, കേരളം പോലൊരു സംസ്ഥാനത്ത് മദ്യവർജനം എന്നത് പ്രായോഗികമാണോ? ഞാൻ തുടക്കം മുതൽ പറഞ്ഞില്ലേ, മദ്യവർജനം എന്ന് പറഞ്ഞ ഒരു വ്യക്തി എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനം സർക്കാരിന്റെ നയമായിട്ട് പറയണ എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മദ്യവർജനം ഒരു നയമേ അല്ല. സർക്കാരിനെ സംബന്ധിച്ച് മദ്യത്തിന്റെ ലഭ്യത ഇല്ലാതായാൽ മദ്യവർജനം സാധ്യമാകും എന്ന് കരുതാൻ കഴിയുമോ? നമ്മളുണ്ടല്ലോ, ഈ സർക്കാർ തീരുമാനിക്കേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളൊക്കെ തന്നെ സംസ്ഥാനങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞല്ലോ, അവര് മദ്യത്തിൽ നിന്നാണോ പ്രധാന വരുമാനം ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. എന്തെല്ലാം വ്യാപാര കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്? തൊട്ടടുത്ത് തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടകമായിക്കോട്ടെ, അവിടെയെല്ലാം നമ്മള് കാറ് നിർമ്മാണ ഫാക്ടറികള്, AI ടെക്നോളജി വികസിപ്പിക്കാനുള്ള സംവിധാനങ്ങള്, IT പാർക്കുകള്, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സംവിധാനങ്ങൾ ആരംഭിക്കുന്നിടത്ത് നമ്മുടെ പ്രധാന പരിപാടി എന്താ? നമ്മള് ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കുക, ബിയർ ഉൽപ്പാദിപ്പിക്കുക, ഡിസ്റ്റിലറി സ്ഥാപിക്കുക, ബിയർ വൈൻ പാർലറുകൾ ആരംഭിക്കുക, എല്ലായിടത്തും മദ്യം സുലഭമാക്കുക. അങ്ങനെ ഒരു നയമാണ് സർക്കാരിന്റെ വികസന നയം എന്ന് പറയുന്നത്. എന്താ യുവാക്കൾ മുഴുവൻ കേരളം വിട്ടുപോകുന്നത്? ഈ യുവാക്കളെ ആകർഷിക്കാൻ പറ്റിയ എന്ത് വ്യവസായ സംവിധാനങ്ങളാണ് കേരളത്തിലുള്ളത്? അതുകൊണ്ട് മദ്യവൽക്കരിച്ചുകൊണ്ട് അതൊരു വ്യവസായമായി പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഒരു നന്മയും സമൂഹത്തിലെ ഒരു വ്യക്തിക്കും പ്രദാനം ചെയ്യുന്ന കാര്യത്തെ ഒരു അല്ലാത്ത കാര്യത്തെ നമുക്ക് വ്യവസായമായി കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനൊരു വ്യവസായമായി കാണാതെ മറ്റു മാർഗങ്ങളെ കുറിച്ച് സർക്കാർ ചിന്തിക്കേണ്ടിയിരിക്കണം. ഇപ്പൊ ഗുജറാത്തിൽ മദ്യനിരോധനം ഉണ്ടല്ലോ, ബീഹാറിലുണ്ടല്ലോ, നാഗാലാൻഡിലുണ്ടല്ലോ. അവര് ബദൽ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് സംവിധാനങ്ങളെ എത്ര കോടിക്കണക്കിന് വരുമാനങ്ങൾ ഉണ്ടാക്കാവുന്ന സംവിധാനങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മേഖലയിലേക്ക് ഈ സർക്കാർ ശ്രദ്ധ തിരിക്കണം. മദ്യത്തിൽ നിന്നുള്ള വരുമാനം പാപത്തിന്റെ കൂലിയാണ്. സകല തിന്മകളുടെയും മാതാവും പെറ്റമ്മയും പോറ്റമ്മയുമാണ് മദ്യം. അങ്ങനെ സകല തിന്മകളും ഈ രാജ്യത്ത് കൊണ്ടുവന്ന് അർമാദിച്ച് ആറാടിക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ആ വരുമാനം കൊണ്ട്, മദ്യത്തിലുള്ള വരുമാനം കൊണ്ട് നാട് നന്നാക്കാമെന്ന് ചിന്തിക്കുന്നത് ശുദ്ധ ഭോഷ്കാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ബാർ ഉടമകളെ സഹായിക്കാനെന്ന ആരോപണത്തിൽ BJPയുടെ നിലപാട് എന്താണ്? അത് നേരത്തെ LDFന്റെ പോളിസി തന്നെ മദ്യ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലെടുത്ത പോളിസിയിൽ നിന്ന് മാറി. അതിനെ എതിർത്തവരാണ് ഇന്ന് അത് മാറ്റിക്കൊണ്ട് പൂർണ്ണമായും മദ്യനയം
സമ്പൂർണമായി ഏതാണ്ട് കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും മദ്യം ലഭ്യമാക്കുന്നതും സമയക്കൂടുതൽ ഏർപ്പെടുത്തിക്കൊണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എതിർത്ത ആളുകൾ തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിസോറാമിനെ സംബന്ധിച്ച്, ഗുജറാത്തിനെ സംബന്ധിച്ച് ഒക്കെ അവിടുത്തെ സർക്കാരുകൾ എങ്ങനെയാണ് മദ്യനയം മാറ്റിക്കൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള മദ്യനിരോധനം കൊണ്ടുവന്നത്. ഇപ്പോൾ ലക്ഷദ്വീപ് അടക്കമുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണ് സമ്പൂർണ്ണ മദ്യനയം കൊണ്ടുവന്നത്. ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നം എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഈ മദ്യനയം സ്റ്റേറ്റ് ലിസ്റ്റിന്റെ ഭാഗമായതുകൊണ്ട് ഒരു സെപ്പറേറ്റ് പോളിസി എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്ന തരത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇല്ല. അവിടെയുള്ളത് സ്റ്റാർ ഹോട്ടലുകളെ സംബന്ധിച്ചുള്ള ലൈസൻസിങ്ങിൽ ഉള്ള പോളിസി മാത്രമാണ് ഒരു ഏകീകൃതമായിട്ടുള്ള പോളിസി എന്നുള്ള നിലക്കുള്ളത്. ഇപ്പൊ നാഗാലാൻഡിൽ എങ്ങനെയാണ് നിരോധനം കൊണ്ടുവന്നത്? അപ്പൊ 4 സ്റ്റേറ്റുകളും ഒരു സെൻട്രൽ പ്രൊവിൻസും പൂർണ്ണമായും മദ്യനിരോധനം കൊണ്ടുവരാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി? ആ സംസ്ഥാനങ്ങളിലൊക്കെ മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണോ? അപ്പൊ സർക്കാർ പോളിസി മാറ്റിയാൽ സ്വാഭാവികമായും അതിന്റെ കൺസംഷൻ കുറയുക എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് വരും എന്നുള്ളത് ആർക്കും അറിയില്ലാത്തത്. അപ്പൊ സർക്കാരിനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, ലൈസൻസിങ്. ഇപ്പോൾ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് കേരളത്തിൽ ലൈസൻസിങ് ഫീ കുറവാണ് എന്നുള്ളതാണ്. കേരളത്തിൽ ലൈസൻസിങ് ഫീ കുറവാണ് എന്നുള്ളതല്ലല്ലോ മദ്യനയത്തിലുണ്ടാകുന്ന മാറ്റം. അവിടെയാണ് ഒരു സാങ്കേതിക പ്രശ്നം. കർണാടകത്തിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാം. മറ്റ് തമിഴ്നാട്ടിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാം. അതല്ലല്ലോ കേരളം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളമാകണ്ടേ? എന്നാൽ പിന്നെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാമല്ലോ. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ വാർഡുകളിലും, എല്ലാ ബൂത്തുകളിലും ഇത് കൊടുക്കാമല്ലോ. അതല്ലല്ലോ സർക്കാരിൻ്റെ നയം. നമ്മൾ കാലാകാലങ്ങളായി പറയുകയും ഇപ്പൊ നേരത്തെ ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കേരളത്തിൽ ചാരായത്തിന് നിരോധനം കൊണ്ടുവന്നില്ലേ? ആ സമയത്ത് എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രത്യേകമായി സംഭവിച്ചോ നിരോധനം കൊണ്ടുവന്നത് കൊണ്ട്? അപ്പൊ സമ്പൂർണ്ണമായ നിരോധനം കൊണ്ടുവരണമോ എന്നൊക്കെയുള്ളത് 2ാമത്തെ കാര്യം. അത് സർക്കാർ ആലോചിക്കട്ടെ, പൊതു ചർച്ചകൾ ഉണ്ടാവട്ടെ, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാകട്ടെ. പക്ഷെ ഇതിൽ ഇത് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് അത് സാധാരണക്കാർക്ക് കൂടുതൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പോളിസി ഞങ്ങൾ ഉരുത്തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് വരുമാന വർധനവും നികുതി വർധനവും അല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കുക? ഒന്നുകിൽ അതിനകത്ത് വലിയ അഴിമതി ഉണ്ട്, ഇതിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, ഇത് ഏതെങ്കിലും തരത്തിൽ മദ്യമുതലാളിമാരെയും ആളുകളെയും സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ലൈസൻസിങ്ങിനെ സംബന്ധിച്ച് ഫീസ് ഏർപ്പെടുത്തിയത് ഈ സർക്കാർ ഞങ്ങളല്ലേ കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് ആരെയാണ് ബാധിക്കുന്നത്? അത് ബാർ നടത്തുന്നവനെ സംബന്ധിച്ചോ ലൈസൻസ് എടുക്കുന്നവനെ സംബന്ധിച്ചോ മാത്രമാണ്. അതല്ലാത്ത സാധാരണക്കാരുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ സാധാരണക്കാരിലേക്ക് ഇത് എത്തുന്നത് എന്തുകൊണ്ടാണ്? സമയം വർദ്ധിപ്പിക്കുക, അതിന്റെ ലഭ്യത, അതിന്റെ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതിന്റെ അവൈലബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അത് സർക്കാർ പരോക്ഷമായി ഈ അവൈലബിലിറ്റി കൂട്ടുന്നതിന് കൂടുതൽ ശ്രമം നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ നിന്നുള്ള വരുമാനമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, സർക്കാരിനെ സംബന്ധിച്ച് പൊതുവായി വരുമാനം വർദ്ധിപ്പിക്കുക, മദ്യത്തിലെ വരുമാനം വർദ്ധിപ്പിക്കുക, നികുതി വർദ്ധിപ്പിക്കുക. 2, ഇതുവഴി ആർക്കാണോ പ്രയോജനമുള്ളത് അവരിൽ നിന്ന് പണം ഈടാക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നോക്കുക. അത് നേരിട്ട് സർക്കാരിലേക്ക് ലൈസൻസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ, മറുഭാഗത്ത് നേരത്തെ UDF കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ലൈസൻസിങ് വെറുതെ സമയം വർദ്ധിപ്പിക്കില്ലല്ലോ ശ്രീ ജെയിംസ്. സാധാരണ നിലയ്ക്ക് സർക്കാർ ഒരു പോളിസി മാറ്റുമ്പോൾ മദ്യമുതലാളിമാർക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു കാര്യം നടത്തിക്കഴിഞ്ഞാൽ അത് വെറുതെ സംഭവിക്കുന്നതാണോ? അങ്ങനെയല്ലല്ലോ. നേരത്തെയും സർക്കാരുകൾ മദ്യ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണം ഉണ്ടായത് എന്തുകൊണ്ടാണ്? പണം വാങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. നേരത്തെ എറണാകുളം ജില്ലയിലെ 2 ബാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ കഴിഞ്ഞ UDF സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉണ്ടായത്. ശബ്ദരേഖകളടക്കം പുറത്തു വന്നില്ലേ? അപ്പൊ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതുപോലെ തന്നെയാണ് ഇതിൽ സർക്കാർ സമയം വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ ലാഭം ആർക്കാണോ ഉണ്ടാകുന്നത് അവരുമായി ഡീൽ നടന്നിട്ടുണ്ടാകണമല്ലോ. ഇല്ലാതെ അങ്ങനെ ചെയ്യില്ല. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ചാർലി പോൾ, ഈ മദ്യനയത്തിൽ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാരണം ടൂറിസമാണ്. ടൂറിസം രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്ന മത്സരത്തെ അതിജീവിക്കാൻ ഈ മാറ്റങ്ങൾ ആവശ്യമാണോ? തീർച്ചയായിട്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, ടൂറിസ്റ്റുകൾ ഇവിടെ വന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകം, കേരളത്തിന്റെ പ്രകൃതി ഭംഗി, അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ ആ പ്രദേശത്തെ കുറിച്ചുള്ള ഒരു ഔന്നിത്യം അതാണ്. അതുപോലെ നമ്മുടെ സാംസ്കാരികമായ കലാരൂപങ്ങൾ ഇതെല്ലാം കാണാൻ, ആസ്വദിക്കാനാണ്. അവർ മദ്യം ഉപയോഗിക്കുന്ന ശീലമുണ്ടാകാം. അത് നമ്മൾ കൊടുക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയടിക്ക് മദ്യപാനം വേണമെന്നും ബാധിക്കുന്ന ഒരാളല്ല. ഘട്ടമായിട്ടാണ് മദ്യപാനത്തിൽ നടന്നടിക്കേണ്ടത്. പക്ഷേ ടൂറിസത്തിന്റെ മുഖ്യമായ ആകർഷണം മദ്യമാണെന്നൊക്കെ പറയുന്നത് വിദേശികളെ നമുക്ക് കളിയാക്കുന്നതിന് തുല്യമാണ്. നിങ്ങളിവിടെ വരുമോ, ഞങ്ങൾ മദ്യം ഫ്രീ ആയി തരാം എന്ന് പറഞ്ഞ വിദേശികൾ ഇങ്ങോട്ട് വരുമോ? എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കേരളത്തിൽ മദ്യം. വിദേശികൾ ഒഴുകുമോ? ഇല്ലല്ലോ. വിദേശികൾ കേരളത്തിലേക്ക് വരാൻ കാരണം അവരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ
മദ്യമല്ലല്ലോ. മദ്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ടൂറിസവും മദ്യവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്നത് തീർത്തും ശരിയല്ല. അപ്രകാരമുള്ള ഒരു ഇപ്പൊ നമ്മൾ നോക്ക്, ഈ പുതിയ നയം ഉണ്ടാക്കിയത് ഈ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആരെങ്കിലും ചാരണ്ടേ? അതുകൊണ്ടാ പറഞ്ഞത് നമ്മുടെ സ്ഥലങ്ങളിൽ വിദേശ സഞ്ചാര കേന്ദ്രം കുറവായിരുന്നു, വീണ്ടും 13 ഉണ്ടായിരുന്നു, അത് 74 വർദ്ധിപ്പിച്ചു. എന്തിനാ കാരണം? കൂടുതൽ സ്ഥലങ്ങളിൽ ടൂറിസം വരട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 74 സ്ഥലങ്ങളിൽ നമ്മൾ രാത്രി 11 മണി വരെ ആക്കി. അത് നമ്മൾ വീണ്ടും 10-12 ആക്കി. നമ്മൾ 11-11 10-12 ആക്കി നമ്മൾ വികസിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അത് അവിടെ കുറവ്, ഇവിടെ വ്യത്യാസമുണ്ട്. അതൊരു എന്താ ഈ പറയണേ? അങ്ങനെ ഒരിടത്ത് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വിൽപ്പന 2 മണിക്കൂർ കൂടുതലാണ്. അതുകൊണ്ട് ടൂറിസ്റ്റ് ഇല്ലാത്തവർക്ക് എന്തിനാ വിൽപ്പന കേന്ദ്രം വർദ്ധിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ഏകീകരിച്ചതാണ്. എന്ത് വിചിത്രമായ ഒരു ന്യായമാണ് ഈ പറയുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വേണമെന്നേ, അതായിക്കോ, പക്ഷെ അത് മറ്റിടത്ത് എന്തുകൊണ്ടാണ് മറ്റിടത്ത് അത് വർദ്ധിപ്പിക്കാൻ കാരണം? അപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ചാരി മറ്റു മദ്യമുതലാളിമാരെ സഹായിക്കാനുള്ള നിലപാടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടൂറിസം എന്ന് എപ്പോഴും പറയുന്നത്. പിന്നെ നമ്മൾ ഓർക്കുക, ഇവിടെ സർക്കാരിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം ആർക്കാ? പാർട്ടിക്കാണ്. എല്ലായിടത്തും അത് UDF LDF തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എടുത്തു നോക്കിയ കഴിഞ്ഞ KM മാണി സാറിന്റെ കാലഘട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടായി. ഇപ്പൊ നമ്മൾ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടല്ലോ, ഒരു ബാറ് 2.5 ലക്ഷം രൂപ വീതം ഇത് വർദ്ധിപ്പിച്ചു തന്നതിന് കൊടുക്കണം. ഒരു പ്രത്യുപകാരം എന്ന നിലയിൽ കൊടുത്താലും സംവിധാനം ഉണ്ടാവുള്ളൂ ഒരു ബാർ മുതലാളി പറയുന്നതിന്റെ ശബ്ദരേഖ നമ്മൾ കേട്ടല്ലോ. അങ്ങനെ 2.5 ലക്ഷം ഇൻറ്റു 884 എത്ര കോടി രൂപയാണ്? അതാണ് പാർട്ടിക്കാണ് വരുമാനം. ആ പാർട്ടി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മദ്യനയം. അല്ലാതെ ഇത് പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കാനോ അവരുടെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാക്കാനോ എന്തെങ്കിലും നന്മ കൊടുത്തു വരാൻ വേണ്ടിയിട്ടല്ല. ഈ മദ്യനയം വർദ്ധിപ്പിക്കുമ്പോൾ സർക്കാരിന് മാത്രമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ വരുമാന വർധനവുണ്ട്. അത് വേറെ ഒരിടത്തൊന്നും കിട്ടൂല. 2.5 ലക്ഷം രൂപ ഇതൊരു കട വേറെ ഏതെങ്കിലും തട്ടി കൊടുക്കുവോ? അപ്പൊ അബ്കാരികൾ അങ്ങനെ കൊടുക്കുമ്പോ അവനത് വെറുതെ കൊടുക്കൂലല്ലോ, അതിനുള്ള വരുമാന മാർഗങ്ങളും തേടുകയും ചെയ്യും. അതുകൊണ്ട് വ്യാപകമായ അഴിമതിക്ക് വളം വയ്ക്കുന്നതാണ് എക്കാലത്തുമുള്ള മദ്യനയം. അതിന് ഇടത് വലത് വ്യത്യാസമൊന്നുമില്ല. അത് എല്ലാ മുതലാളിമാരിൽ നിന്ന് പിരിച്ച് കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്യും. അതിൽ നിന്ന് വിട്ടു നിന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ടൂറിസവുമായി ഈ പ്രക്രിയക്ക് യാതൊരു ബന്ധവുമില്ല. അത് മറയാക്കി കേരളത്തെ മദ്യാസക്തമാക്കി മാറ്റുന്നു. മഹാദുരന്തത്തിലേക്ക് മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ലഹരി മരുന്നുകളുടെ ഒരു കുത്തൊഴുക്ക് കേരളത്തിലുണ്ട്. ഈ അങ്ങനെ യുവാക്കൾ പോയി, ഉള്ള യുവാക്കൾ മുഴുവൻ നശിച്ച നാറാണക്കല്ല് പിടിച്ചു. ഇവിടെയൊക്കെ അനധികൃതമായി നേരത്തെ ഒരു വാദം ഉന്നയിക്കേണ്ട കേട്ടു, ഈ മദ്യം ഇല്ലായിരുന്നപ്പോഴാണ് മദ്യ കേസുകളൊക്കെ വർദ്ധിപ്പിച്ചത് എന്ന് പറഞ്ഞു. മദ്യമില്ലാത്തപ്പോ വ്യാജമദ്യം ഒഴുകുന്നു അല്ലെങ്കിൽ വ്യാജമദ്യം വർദ്ധിക്കുന്നുവെങ്കിൽ അത് ആരുടെ പിടിപ്പുകേടാ? സർക്കാരിന്റെ പിടിപ്പുകേടല്ലേ? അപ്പൊ ഇവിടെ ലഹരിയുടെ വർധനവുണ്ട്, വ്യാജമദ്യം ഒഴുകാൻ ഇടവരുന്നുവെങ്കിൽ അത് സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ്, പിടിപ്പുകേടാണ്. അതുകൊണ്ട് വ്യാജമദ്യം ഒഴുകാതിരിക്കാൻ, അബ്കാരി കേസുകൾ വർദ്ധിക്കാതിരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കേണ്ടത്. മയക്കുമരുന്നും മദ്യം തമ്മിൽ വ്യത്യാസമുണ്ട്. മദ്യം ഈ ഗവൺമെന്റ് സുലഭമായി കൊടുക്കുന്ന കാര്യമാണ്. മയക്കുമരുന്ന് നിരോധിക്കപ്പെട്ട വസ്തുവാണ്. ഈ മയക്കുമരുന്നിന്റെ വ്യാപനം ഈ രാജ്യത്ത് നടക്കുമ്പോഴും ആരാ പ്രതി? ഗവൺമെന്റാണ്. ഈ മദ്യത്തിന്റെ വ്യാപനം വ്യാപകമായി നടക്കാതിരിക്കാൻ ആര് ശ്രമിക്കണം? ഈ ഗവൺമെന്റ്. അത് ഇടതായാലും വലുതായാലും, ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്, ആ ഗവൺമെന്റിന്റെ പിടിപ്പുകേടായി കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു നന്മയും ഈ രാജ്യത്ത് പ്രദാനം ചെയ്യാത്ത മദ്യവ്യാപാരത്തെ വ്യവസായമായി കാണരുത്. ഒപ്പം തന്നെ മദ്യം ഉണ്ടാക്കുന്ന സാമൂഹ്യ തിന്മകളെ കുറിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തൂ. മദ്യത്തിലുള്ള വരുമാനത്തെ കുറിച്ച് പറ. ഇത് രണ്ടും കൂടി ഈ മദ്യമുണ്ടാക്കുന്ന ദുരന്തങ്ങളെ നേരിടാൻ ഈ തുക മതിയാകില്ലല്ലോ. അതുകൊണ്ട് മദ്യനിരോധനം എന്ന് പറയുന്നത്, ഘട്ടം ഘട്ടമായി മദ്യത്തിലേക്ക് വന്നെടുക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗുണകരമായ സംവിധാനമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ മദ്യത്തെ മാത്രം ആശ്രയിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? അത് മാത്രം എന്നുള്ളതല്ല, അങ്ങനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പോകാനും കഴിയില്ല. ഇവിടെയുള്ളത് ഞാൻ നേരത്തെയും എൻ്റെ ഒരു അഭിപ്രായമായി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ ഇതിനകത്ത് വരുമാനം കാണുന്നത് പോലെ തന്നെ സർക്കാരിന് നിയന്ത്രിക്കുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇല്ലീഗലായി പണം ഉണ്ടാക്കാനുള്ള, അതല്ലെങ്കിൽ അതിൻ്റെ പണം സ്വരൂപിക്കാനുള്ള ഒരു മാർഗമായി
നേരത്തെയുള്ള ഗവൺമെൻറ്റുകളും അത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മദ്യമേഖലയിൽ അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെയും ഏതാണ്ട് അതുതന്നെയാണ് സമാനമായിട്ടുള്ള സാഹചര്യമുള്ളത്. മദ്യമുതലാളിമാരിൽ നിന്ന്, ബാർ ലൈസൻസ് ഉള്ളവരിൽ നിന്ന്, ബാർ നടത്തുന്നവരിൽ നിന്ന് പണം കൈപ്പറ്റുക, അതിന് ഏക മാർഗം പുതിയ ലൈസൻസ് കൊടുക്കുന്നവരിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെയാണ് സമയം വർദ്ധിപ്പിക്കുമ്പോൾ. ഇപ്പോൾ 10 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു ബാറിനെ സംബന്ധിച്ച് 12 മണിയാക്കുന്നതോടുകൂടി 11 മണി വരെയുള്ള ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് വെളുപ്പിന് 3 മണി വരെ ആക്കുന്നതോടുകൂടി അവർക്കുണ്ടാകുന്ന കൺസപ്ഷനും അതുപോലെ തന്നെ ലാഭവും ഉണ്ടല്ലോ. അതിൻ്റെ ഷെയർ ആദ്യമേ വാങ്ങുക എന്നുള്ളതാണ്. ആ ഷെയർ വാങ്ങിയതിന് ശേഷം ആയിരിക്കുമല്ലോ സ്വാഭാവികമായും സമയം വർദ്ധിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരന് പ്രയോജനം ചെയ്യുന്ന, അതല്ലെങ്കിൽ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണോ? അങ്ങനെയാണെങ്കിൽ ഇത് കുറയ്ക്കുകയല്ലേ വേണ്ടത്? 8 മണിയാക്കുകയോ 7 മണിയാക്കുകയോ ഒക്കെ കുറയ്ക്കുകയല്ലേ വേണ്ടത്? അപ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യം ഇത് സമൂഹത്തെ ബാധിക്കുന്ന തരത്തിൽ, ഏത് തരത്തിൽ ബാധിച്ചാലും പ്രോബ്ലം ഇല്ല എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഈ സാധാരണ നിലക്ക് ഇപ്പം അങ്ങ് നേരത്തെ ശ്രീ ചാർലി പോളിനോടൊക്കെ ചോദിച്ച പോലെ തന്നെ ഇത് ടൂറിസത്തെ ബാധിക്കുമോ? ടൂറിസത്തെ ഏതെങ്കിലും തരത്തിൽ, ടൂറിസത്തിൻ്റെ പേര് മാത്രമാണ് ഉപയോഗിക്കുന്നത് ശ്രീ ജെയിംസ്. ടൂറിസത്തിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇത് വ്യാപകമായി എല്ലാ മേഖലയിലേക്കും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ നിലക്ക് കേട്ടുന്ന ഇപ്പോൾ അട്ടപ്പാടി മേഖലയിൽ ഡ്രൈ ലാൻഡ് അല്ലേ, അവിടെ ആരും പോകുന്നില്ലേ? അവിടുത്തെ ടൂറിസമായിട്ട് യാതൊരു ബന്ധവുമില്ലേ? അപ്പം ഇപ്പം നമ്മുടെ ഈ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് എത്രയോ സംസ്ഥാനങ്ങൾ പിൽഗ്രിമേജ് ടൂറിസം നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും പ്രധാനപ്പെട്ട പല സിറ്റീസിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാൻ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇനി അതല്ല, ഡ്രൈ ഡേ നമ്മൾ എന്തിനാണ് ഡ്രൈ ഡേ കൊണ്ടുവന്നത്? ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ഇതിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡ്രൈ ഡേ ഒഴിവാക്കണ്ടേ? അപ്പോൾ എന്തിനാണ് 1-ാം തീയതി ഡ്രൈ ഡേ എന്ന് പറയുന്നത്? അത് ഒഴിവാക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെ സംബന്ധിച്ച് ഇതിലേത് പോളിസി മാറ്റം വരുത്തിയാലും, ഒന്ന് സാമ്പത്തിക നേട്ടം ഭരിക്കുന്ന സംവിധാനത്തിനെ സംബന്ധിച്ച്, പാർട്ടിയെ സംബന്ധിച്ച്, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരെ സംബന്ധിച്ചുണ്ട്. 2, സർക്കാരിനെ സംബന്ധിച്ച് ടാക്സ് വരുമാനത്തോടൊപ്പം തന്നെ ഇതിൽ വലിയ തരത്തിൽ മദ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇപ്പോൾ സർക്കാരിൻ്റെ ബെവ്കോയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സാലറി കൊടുക്കാൻ സർക്കാർ ഉപയോഗിക്കുന്നത്. നമ്മുടെ സർക്കാരിനെ നിലനിർത്തുമ്പോൾ KSRT അങ്ങനെയാണെങ്കിൽ ലാഭകരമായൊരു സ്ഥാപനം സർക്കാരിന് വേറെ ഉണ്ടോ? ബെവ്കോ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ? KSRTCയുടെ അവസ്ഥ എന്താണ്? KSEBയുടെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം സർക്കാരിൻ്റെ കീഴിൽ ഈ തരത്തിൽ ലാഭമുണ്ടാക്കുന്നുണ്ടോ? അപ്പം ലാഭമുണ്ടാക്കുന്ന ഒരു മേഖല എന്നുള്ളത് സർക്കാർ മദ്യമായി കാണുകയാണ്. ഈ സർക്കാർ മയക്കുമരുന്ന് കൂടി തുടങ്ങാത്തത് മഹാത്ഭുതം കാണാനല്ലോ. അതും കൂടി ലൈസൻസ് കൊടുത്ത് ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയപരിമിതി മൂലമാണ്. മദ്യനയം എന്നത് കേവലം ഒരു സാമ്പത്തിക തീരുമാനം മാത്രമല്ല, അത് വലിയൊരു സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ്. ടൂറിസം വികസനവും വരുമാനവും ആവശ്യമാണെന്നിരിക്കെ തന്നെ ജനങ്ങളുടെ ആരോഗ്യവും സാമൂഹിക സുരക്ഷയും ബലി കഴിച്ചുകൊണ്ടാവരുത് ഈ മാറ്റങ്ങൾ. നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നേരിടാൻ കൂടി സർക്കാർ തയ്യാറാകണം. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ചാർലി പോൾ, അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.